ലിജോ, ചോദ്യം ശരിയല്ലോട്ട് സ്വാഗതം. താങ്ക് യു. ഞാൻ ഇപ്പം നേരിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ലിജോ കാണുന്നത്. ഞാൻ ലിജോയുടെ ഒരു വലിയ ഫാനാണ് കേട്ടോ. നേരിട്ട് കണ്ടപ്പം അത് ഈ സംശയം പോലും കണ്ടതിന് ശേഷം നേരിട്ട് കാണുമ്പോൾ ഞാൻ ആലോചിച്ചത്, ഈ ഇത്ര ഭംഗിയുള്ള ഒരാൾ എങ്ങനെ അങ്ങനെയൊന്നും സിനിമയിൽ വരുന്നില്ലല്ലോ, അതെന്താ അങ്ങനെ? അത് ഓരോ ക്യാരക്ടറിനനുസരിച്ചിട്ട് ഓരോ ലുക്കായിരിക്കും, അത്രേ ഉള്ളൂ. അപ്പം അങ്ങനെ അങ്ങനെ സ്ക്രീനിൽ അങ്ങനെ കാണുമ്പോൾ അങ്ങനെ വിഷമം തോന്നാറില്ലേ? ഇല്ല, ലിജോ അല്ലല്ലോ, ഓരോ ക്യാരക്ടേഴ്സ് അല്ലേ. ആ ക്യാരക്ടർ അങ്ങനെ ആയിരിക്കണമെന്ന് ആ ഡയറക്ടർക്ക് അല്ലെങ്കിൽ അത് എഴുതിയ ആൾക്ക് മനസ്സിലുണ്ടാവും. അതിനനുസരിച്ചിട്ടാണല്ലോ ക്യാരക്ടേഴ്സ് വരേണ്ടത്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇന്റർവ്യൂസും ഇതിനും പ്രിപ്പയർ ചെയ്യാനാണ് കുറച്ച് ഇന്റർവ്യൂസും ഒക്കെ കണ്ടു. അപ്പം ഇന്റർവ്യൂസിലും ലിജോ വേറെ വേറെ ക്യാരക്ടേഴ്സ് ആയിട്ട് എനിക്ക് തോന്നുന്നു. അത് ആ സമയത്തെ ഒരു പേഴ്സണാലിറ്റി ആയിരിക്കും അല്ലേ, ഓരോ സമയത്ത് ഓരോ മൂഡ് അനുസരിച്ചിട്ടായിരിക്കും. കാരണം എല്ലാവരും അങ്ങനെയല്ലേ? ആണ്, എല്ലാവരും അങ്ങനെയാണല്ലേ. എനിക്ക് തോന്നുന്നു ഇവിടെ വന്നതിൽ ഏറ്റവും ഷൈ ആയിട്ടുള്ള ആള് ലിജോ എന്ന് എനിക്ക് തോന്നുന്നത്. ഷൈ എന്നല്ലാതെ എനിക്ക് കുറച്ച് സമയം എടുക്കും ആളുകളായിട്ടൊന്ന് സംസാരിച്ച് കംഫർട്ടബിൾ ആവാൻ. അതുവരെ അധികം സംസാരിക്കില്ല, അത്രേ ഉള്ളൂ. ഐ കോണ്ടാക്ട് പോലും തരില്ല. എനിക്ക് സംസാരിക്കാൻ തോന്നിയാൽ തരില്ലെങ്കിൽ തരില്ല. ഞാൻ പിന്നെ വ്യക്തിപരമായിട്ടും ഞാൻ ലിജോയെ ഞങ്ങൾ വളരെ ഒബ്സർവ് ഇന്റർവ്യൂ ചെയ്യണ്ടേ, വളരെ സറ്റിലായിട്ട് ജെൻഡർ പൊളിറ്റിക്സ് പറയുന്ന ഒരാളായിട്ടാണ് എനിക്ക് ലിജോയെ തോന്നിയത്. കാരണം ലിജോയുടെ എവിടെയെങ്കിലും പറഞ്ഞതുകൊണ്ടല്ല, ലിജോ ചെയ്യുന്ന സിനിമകളുടെ ഒരു നേച്ചറും ഒക്കെ കണ്ടിട്ട്, അതായത് ഉദാഹരണത്തിന് ഇപ്പോൾ ഹെറിലുള്ളതാണെങ്കിലും വളരെ സ്ട്രോങ് ജെൻഡർ പൊളിറ്റിക്സ് പറയുന്ന സിനിമയാണ്. ഇപ്പോൾ മെജോ ആണെങ്കിലും എനിക്ക് തോന്നുന്ന ഒരു പയ്യനോട് വളരെയധികം സാധാരണ ആളുകൾക്ക് തോന്നും. പക്ഷേ ആ പെൺകുട്ടിയുടെ ആംഗിളും വളരെ സ്ട്രോങ് ആംഗിൾ തന്നെയാണ്. കാരണം നോ പറയുമ്പോൾ പോണം അതന്നെ. പക്ഷെ പൊതുവെ അങ്ങനത്തെ ഒരു കുറെ പിന്നാലെ നടക്കുന്ന ഒരു പയ്യൻ അവസാനം പൊതുവെ പറഞ്ഞ തേച്ചിട്ട് പോവുക എന്നുള്ളതാണല്ലോ. അത് ആൺകുട്ടികൾ തേച്ചിട്ട് പോകുന്ന ആരും പറയുന്നില്ലല്ലോ അല്ലേ. അപ്പം എനിക്ക് മനസ്സിലായതാണ് ഒരു വളരെ സട്ടിലായിട്ട് ജെൻഡർ പൊളിറ്റിക്സ് പറയുന്ന പോലെ എനിക്ക് തോന്നി. അങ്ങനെ ഒരു വ്യക്തിപരമായിട്ട് അങ്ങനത്തെ ഒരു തിങ്കിങ് ആണോ? വ്യക്തിപരമായിട്ട് ഞാനങ്ങനെ ഇപ്പോൾ ചിലപ്പോൾ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ക്യാരക്ടേഴ്സ് അങ്ങനെയൊക്കെ വരുമ്പോൾ എടുത്ത് ചെയ്യാറുണ്ട്. അതല്ലാണ്ട് ഞാൻ എവിടെയും എൻ്റെ അഭിപ്രായങ്ങൾ ഞാനങ്ങനെ പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്യുന്ന ആളോ പറയുന്ന ആളോ ഒന്നുമല്ല. എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസിൽ എനിക്ക് ക്ലോസ് ആയിട്ടുള്ള സർക്കിളിൽ അഭിപ്രായം പറയുന്ന ആളാണ്. അങ്ങനെ പറയാം. ഇനി എന്തൊക്കെയാണ് പ്രോജക്ട്സ്? ഇനി ഇപ്പോൾ ഞാൻ മലയാളത്തിലെ ബേബികൾ എന്ന് പറഞ്ഞ ഒരു സിനിമയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഗരുഡൻ എന്ന് പറഞ്ഞ മൂവി ചെയ്ത അരുൺ ചേട്ടൻ്റെ പടമാണ്. ബോബി സഞ്ജയാണ് സ്ക്രിപ്റ്റ്. നിവിൻ പോളി, സംഗീത്, പ്രതാപ്, അങ്ങനെ കുറേ അധികം ആർട്ടിസ്റ്റുകളൊക്കെ ഉള്ളൊരു സിനിമ. അതാണ് നിലവിൽ മലയാളത്തിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ഒരു ജയ്ഭീമിലാണ് ഞാൻ ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഭയങ്കര സ്ട്രോങ് ക്യാരക്ടർ കാണുന്ന പടത്തിൽ. പക്ഷേ ഞാൻ പൊതുവെ ആളുകളോട് ചോദിക്കുമ്പോൾ സിനിമയിൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകളൊക്കെ ലിജോ ഒരു പാവം എന്നാണ് പറയുന്നത്. പാവാണെന്ന് പറഞ്ഞാൽ മുമ്പേ പറഞ്ഞല്ലോ, ഞാനിങ്ങനെ അതെൻ്റെ വർക്ക് സ്പേസ് ആണ്. ഇപ്പോൾ സിനിമ എന്ന് പറയണത് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ ഞാൻ അങ്ങനത്തെ ബന്ധങ്ങൾ അവിടെ മര്യാദ ഇൻ ദ സെൻസ്, അതെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റെസ്പെക്ട്, ഔട്ട് ഓഫ് റെസ്പെക്റ്റിലാണല്ലോ നമ്മൾ വർക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ ഒരു സ്പേസിലാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അതല്ലാതെ അതിനപ്പുറത്തേക്ക് അങ്ങനെ വലിയ സൗഹൃദങ്ങൾ ഒന്നും വയ്ക്കുന്ന ആളല്ല. ചിലപ്പോൾ അതുകൊണ്ടും കൂടി ആയിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ അധികം സംസാരിക്കില്ല, എനിക്ക് സമയമെടുക്കും. അപ്പം ഞാൻ എല്ലാവരുമായിട്ടൊന്ന് അടുത്തിടപഴകി വരുമ്പോഴേക്കും ചിലപ്പോൾ ആ സിനിമ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ അത്രയും സംസാരിക്കാൻ സ്പേസ് ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. അതുകൊണ്ടൊക്കെ കൂടി ആയിരിക്കും ആളുകൾ അങ്ങനെ പറയുന്നത്. എൻ്റെ ക്ലോസ് സർക്കിളിലുള്ളവർ ചിലപ്പോൾ എന്നെക്കുറിച്ച് അങ്ങനെ ആവണമെന്നില്ല പറയുന്നത്. അതെ, ഇൻട്രോവേർട്ടാണ്. പക്ഷെ എന്തിനീ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് പറയുന്നത്? അതും കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ടാണ്. ഈ എൻ്റെ ഇന്റർവ്യൂ കണ്ടിട്ട് അതിനെ പറ്റിയിട്ട് മാത്രമാണല്ലോ ചോദിക്കുന്നത്, വേറെ ഒന്നും ചോദിക്കാനില്ല. അല്ല, എന്നാലും ഞാൻ വ്യക്തിപരമായിട്ട് എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ഫാനാണ്. ഒരു ഇൻട്രോവേർട്ട് ആണെന്ന് എല്ലാവരും പറയുന്നതാണ്. പക്ഷെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഇൻട്രോവേർട്ട് തന്നെയാണ്, ഞാൻ വെറുതെ പറയണതല്ല, ഞാൻ ഇൻട്രോവേർട്ട് ആണ്. എനിക്ക് മനസ്സിലായി. പിന്നെ അത് മാത്രമല്ല,
നിങ്ങൾക്കറിയാലോ, ആസ് എൻ ഇന്റർവ്യൂവർ ഒരു ഏറ്റവും വലിയ ചാലഞ്ചാണ് ഇൻട്രോവേർട്സ് സംസാരിപ്പിക്കുക എന്നുള്ളത്. ആസ് എൻ ആർട്ടിസ്റ്റ് തിരിച്ചു പോയി ചെയ്യണമെന്ന് തോന്നിയ ഏതെങ്കിലും ഒരു സീനുണ്ടോ? അയ്യോ, അങ്ങനെ മേ ബി കുറേ ഉണ്ടാവാം. ഇപ്പം എല്ലാ സിനിമയിലും നമുക്ക് ഒരു സിനിമ ചെയ്ത് നമ്മളത് കാണുമ്പോൾ ചിലത് ഇത് കുറച്ചുകൂടി ബെറ്റർ ആക്കാമായിരുന്നു എന്ന് നമുക്ക് തോന്നുന്ന ചില സീൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ചില റിയാക്ഷൻസോ ഒക്കെ തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷെ ഇപ്പം അങ്ങനെ ഇപ്പോൾ ഒരെണ്ണം പെർട്ടിക്കുലർ ഒരെണ്ണം പിക്ക് ചെയ്യാനൊക്കെ പറഞ്ഞാൽ വേണ്ട. തീർച്ചയായിട്ടും അഭിനയിക്കുക എന്ന് പറയുന്നത് പലരും പല രീതിയിലൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ പലപ്പോഴും ജീവിതത്തിൽ അഭിനയിക്കുന്നവരാണ് നമ്മളൊക്കെ. പക്ഷേ സിനിമയിൽ ഒരാളെ നമ്മൾ അവരുമായിട്ട് ഭയങ്കരമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ, എസ്പെഷ്യലി ഇത്ര ഇൻറ്റൻസ് ആയിട്ടുള്ള ഇമോഷൻസ് ഒക്കെ അഭിനയിക്കുന്നത്, ഇതൊരു ഭംഗിയായിട്ട് കള്ളം പറയുന്നതാണോ അതോ ശരിക്കും സത്യം തന്നെയാണോ ഈ അഭിനയം? അത് കള്ളം പറയുന്നതല്ല. ആ മൊമെൻറ്റിൽ ആക്ച്വലി നമ്മൾ ആ ക്യാരക്ടർ ആയിരിക്കും. അങ്ങനെ ആയാൽ മാത്രമേ ആ ക്യാരക്ടർ കാണുന്നവർക്ക് വർക്കാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അഭിനയിക്കുകയാണ് എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാവും അല്ലേ? ഇത്രയും വ്യക്തി ജീവിതത്തിൽ തന്നെ ഇഷ്ടംപോലെ ടെൻഷനുണ്ട്. ഇനി സിനിമകളിലെ കഥാപാത്രങ്ങളുടെ ടെൻഷനും കൊണ്ടൊക്കെ ചുമന്ന് അത് വേറൊരു രസമാണ്. കാരണം ആ ഒരു സമയത്ത് നമ്മൾ ആ ഷൂട്ട് ചെയ്യുന്ന, ഇപ്പോൾ ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ലിജോ അല്ല, ഞാൻ ആ ക്യാരക്ടറാണ്. അപ്പോൾ ആ ക്യാരക്ടറിൻ്റെ ലൈഫാണ് ജീവിക്കുന്നത്. അതൊരു രസമാണ്. ഓക്കെ, അപ്പോൾ കുറച്ച് നേരത്തേക്ക് ലിജോയിൽ നിന്ന് മാറി വേറൊരു ക്യാരക്ടറായി ആ ക്യാരക്ടറിൻ്റെ തോട്ട്സ് അല്ലെങ്കിൽ ആ ക്യാരക്ടറിൻ്റെ ട്രേറ്റ്സിലൊക്കെ നിൽക്കുക എന്ന് പറയുന്നത് അത് എല്ലാവർക്കും പറ്റില്ല. എല്ലാവർക്കും കിട്ടാത്തൊരിതാണ്. അപ്പോൾ അത് രസമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് എൻജോയ് ചെയ്യാറുണ്ട്. പക്ഷെ ജീവിതത്തിൽ അഭിനയിക്കാൻ പറ്റുമോ ലിജോയ്ക്ക്? ഇപ്പം കുറച്ച് മുന്നേ അഭിനയിച്ചില്ലേ? അല്ല, നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും. എനിക്ക് പറ്റും. തീർച്ചയായിട്ടും നമ്മളൊക്കെ എല്ലാവരും ഏതെങ്കിലുമൊക്കെ പോയിന്റിൽ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ മൊമെന്റിൽ, ഇപ്പൊ നമ്മൾ കള്ളം പറയണത് തന്നെ ഒരു തരത്തിൽ പറഞ്ഞാൽ അഭിനയമാണ് അല്ലേ? അതെ, അഭിനയമാണ്. അത് നല്ല ജീവിതത്തിൽ ഇപ്പം. പക്ഷെ കള്ളം പറഞ്ഞ പിടിക്കും. ലിജോ കള്ളം പറഞ്ഞ പിടിക്കോ? ഞാനൊന്നും അങ്ങനെ കള്ളം പറഞ്ഞ ആൾക്കാർ അത്ര പെട്ടെന്ന് പിടിക്കുന്നില്ല. ജീവിതത്തിൽ ചിലപ്പോൾ ഞാൻ ലിജോയെക്കാളും നല്ല അഭിനേതാവായിരിക്കും. ഈ ലിജോയുടെ ഉള്ളിൽ നിന്ന് തന്നെ ഇപ്പോൾ പഴയ പല ഇമോഷൻ വരുന്നതേ, ഇപ്പോൾ ഈ അമ്മ, ഇപ്പൊ ഞാൻ തന്നെ ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു കാര്യം ലിജോയെ പറ്റി കേട്ടു. വേണ്ട, അങ്ങനെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒന്നിലേക്കും പോകണ്ട നമുക്ക്. അല്ല, ഞാൻ അത് ലിജോ എന്ന് പറയണ്ട, ചോദ്യം മാത്രമേ ഉള്ളൂ. പൊതുവെ അമ്മ എന്നൊക്കെ പറഞ്ഞ ഒരു ഭയങ്കര സംഭവമാണ് ഇവിടെ. അമ്മയാവാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊരു പെൺകുട്ടിയൊക്കെ പറഞ്ഞ ഇവിടെ ലോകം അത് ഇത്തിരി കോൺട്രവേഴ്ഷ്യൽ ആയിരുന്നാണല്ലോ. പക്ഷെ അങ്ങനെ ഒരാള്, എനിക്ക് ഒരു സാധാ ഒരു അമ്മ എന്ന് വെച്ചാൽ ഞാനൊക്കെ ചുറ്റുവട്ടത്തും കാണുന്ന എൻ്റെ അമ്മയൊക്കെ മാറി ഒരു വൃത്തിയില്ലാതെ അടുക്കളയിൽ നടക്കുന്നു. വൃത്തിയില്ല എന്ന് പറഞ്ഞാൽ വൃത്തിയില്ല എന്നല്ല, ഒരു സീരിയലിലൊക്കെ അങ്ങനെയല്ല, ഒരു ഡ്രസ്സൊക്കെ ഒരു സാധാരണ ഡ്രസ്സ്, അവരെ പറ്റി അവരുടെ അപ്പിയറൻസിനെ പറ്റി അവർ ശ്രദ്ധിക്കുന്ന പോലുമില്ല. അപ്പോൾ അങ്ങനെ ഒരു, അത് മാത്രമല്ല ഈ കുട്ടിയുമായിട്ടുള്ള, എനിക്ക് തോന്നുന്നു ആ കുട്ടിക്ക് പോലും ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ള പോലെ എനിക്ക് സീനുകളിലൊക്കെ തോന്നി. അപ്പൊ ഒരു അമ്മയാവാൻ ആഗ്രഹിക്കാത്ത ഒരാൾക്ക് ഇതൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റില്ല? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അമ്മയാകാൻ ആഗ്രഹിക്കുന്നില്ല എന്നല്ല പറഞ്ഞിട്ടുള്ളത്. ഞാൻ അങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഒരു അമ്മയാവുക എന്നുള്ളത് അതിന്റെ ഒരു ഡ്രീം ആയിട്ടില്ല എന്നാണ്. അതായത് ഒരിക്കലും ഞാൻ അതാണ് ഏറ്റവും വലിയത്, ലൈഫിലെ ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് എനിക്ക് അമ്മയാവാൻ ആഗ്രഹമില്ല എന്നോ അമ്മയാവാൻ താല്പര്യം ഇല്ല എന്നോ അല്ല പറഞ്ഞത്. പിന്നെ പൊതുവെ ഞാൻ കുട്ടികളുമായിട്ട് അങ്ങനെ ഭയങ്കരമായിട്ട് അടുത്തിടപഴകുന്ന ഒരാളല്ല. പക്ഷെ എൻ്റെ അനിയത്തിയൊക്കെയാണ്, ചിലർക്കുണ്ടാവും ആ ഒരു ഇതുണ്ട്, പെട്ടെന്ന് കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ അവരോട് കൂട്ടാൻ പറ്റുന്ന ആളുകളും ഉണ്ട്. ഞാൻ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരാളാണ്, അത്രേ ഉള്ളൂ. പക്ഷെ ഇപ്പോൾ സിനിമയിൽ വരുമ്പോൾ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്യാരക്ടർ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ സംശയത്തിലൊരമ്മയാണ്, അതിന് ഒരുപാട് ലെയേഴ്സ് ഉള്ള ഒരു ക്യാരക്ടറാണ്. അത് ഈ കുഞ്ഞുമായിട്ട് ഒരുപാട് സീൻസ് ഉണ്ട്. കുഞ്ഞുമായിട്ടുള്ള ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് പല സ്റ്റേജിൽ പല രീതിക്ക് നമ്മൾ പോർട്രേ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ആ കുഞ്ഞുമായിട്ട് എങ്ങനെയെങ്കിലും ഒരു ബോണ്ട് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ സമയത്ത് ശ്രമിക്കാറുണ്ട്. പിന്നെ അത് നമുക്ക് ഫീൽ ചെയ്യുമല്ലോ, ഇപ്പം എന്താണ് സിറ്റുവേഷൻ എന്ന് നമുക്ക് അറിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് അത് ഓട്ടോമാറ്റിക്കലി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ റിയൽ ലൈഫിൽ ഞാൻ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാത്തത് കൊണ്ട് എനിക്കതിനെക്കുറിച്ച് അത്ര അറിയില്ല എന്നേ ഉള്ളൂ. പക്ഷേ സിനിമയ്ക്ക് ശേഷം കുട്ടികളുമായിട്ടൊക്കെ ബുദ്ധിമുട്ടാ. സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്യും, പക്ഷെ റിയൽ ലൈഫിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ ഒന്ന്
അത് പക്ഷെ നാച്ചുറൽ ഇപ്പൊ എല്ലാവരും എല്ലാവർക്കും അങ്ങനെ വരണം അല്ലല്ല എനിക്കൊന്നും കുട്ടികളെ വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ സ്വന്തം കുട്ടികളായപ്പോ ഇഷ്ടമായി. ഇപ്പൊ മറ്റു കുട്ടികളെ ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടമല്ല എന്നല്ല കേട്ടോ, കുഞ്ഞുങ്ങളെ ഇഷ്ടമല്ല, കൊഞ്ചിക്കലും എനിക്കത് പൊതുവെ എനിക്കത് അറിയില്ല. കൊഞ്ചിക്കുക അതെനിക്ക് അത്ര ഓക്കെ അല്ല എന്നേ ഉള്ളൂ. പക്ഷെ അല്ല, അത് എനിക്ക് തോന്നുന്നത് ഒരു അങ്ങനത്തെ ഒരു എൻവയൺമെന്റിലൊക്കെ നമ്മൾ വളരണോണ്ടായിരിക്കും. ഇപ്പൊ ഞാനൊക്കെ ഹോസ്റ്റലിൽ വളർന്ന ആൾക്കാർ നമുക്കൊക്കെ അല്ല, അതാ ഞാൻ പറഞ്ഞു. പക്ഷെ എൻ്റെ അനിയത്തി നേരെ ഓപ്പോസിറ്റ്. അനിയത്തിക്ക് പെട്ടെന്ന് അതിപ്പം കുഞ്ഞുങ്ങളെന്നല്ല, ഇപ്പം പുതിയതായിട്ട് കാണുന്ന ആളുകളോടാണെങ്കിലും പെട്ടെന്ന് സംസാരിച്ച ഓക്കെയാണ്. അപ്പം ഞാൻ അങ്ങനെ എൻ്റെ ബേസിക് നേച്ചർ അങ്ങനെയല്ല എന്നുള്ളതേ ഉള്ളൂ. ഇൻട്രോവേർട്ടാണ്. ഈ ഇൻട്രോവേർട്സുമായിട്ട് സംസാരിക്കാൻ ഉള്ളൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ അവർ സംസാരിച്ചു തുടങ്ങി ഭയങ്കര രസമായിട്ട് സംസാരിക്കുന്നുള്ളതാണ്. അപ്പം ഈ ഫ്രണ്ട്ഷിപ്സ് ഉണ്ടാവുമല്ലോ, ഡെഫിനറ്റ്ലി ഫ്രണ്ട്ഷിപ്സ് ഒക്കെ ഉണ്ടാവും. ഈ ഫ്രണ്ട്സ് എന്താണ്, പബ്ലിക്കലി മിണ്ടാത്ത ആളാണ് ഫ്രണ്ട്സ്, ഇതൊരു ശല്യമായി വർത്തമാനം ശല്യമാകുന്ന രീതിയിലുള്ള അത്ര വർത്തമാനം പറയോ ഫ്രണ്ട്സുമായിട്ടൊന്നും? അത്രയൊന്നും ഇല്ല. എനിക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള 1-2 പേരേ ഉള്ളൂ. അപ്പോൾ അവരുമായിട്ടാണെങ്കിലും ഞാൻ ഡെയിലി വിളിച്ച് സംസാരിക്കൊന്നുമില്ല, എപ്പോഴെങ്കിലും. പക്ഷെ എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അവർ അവൈലബിൾ ആണ്. തിരിച്ചും അങ്ങനെ തന്നെ. ഞങ്ങൾ ഡെയിലി മെസ്സേജ് ചെയ്യുന്നവരോ ഡെയിലി വിളിക്കുന്നവരോ അല്ല. ആ ഒരു ബോണ്ട് ഉണ്ട്. കുറേ അധികം വർഷമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് അറിയാം. ചിലപ്പോൾ ചില സമയത്ത് ഞാൻ ഓക്കെ അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്കത് അത് തന്നെ അടുത്തല്ലെങ്കിലും അവർക്ക് മനസ്സിലാകും. തിരിച്ചും അങ്ങനെ തന്നെ. അങ്ങനെയുള്ള സൗഹൃദങ്ങളാണുള്ളത്. അവിടെയും ഞാനിങ്ങനെ ഓവറായിട്ട് സംസാരിച്ചേ ഇല്ല. എല്ലാം ഉള്ളിൽ ഇങ്ങനെ ഒതുക്കി കൊണ്ട് നടക്കുന്നു. അങ്ങനെയൊന്നുമല്ല. മേ ബി വീട്ടിൽ ഞാൻ കുറച്ചും കൂടിയൊക്കെ അധികം സംസാരിക്കുന്ന ആളായിരിക്കും. പക്ഷെ ഫ്രണ്ട്സിനടുത്തും സംസാരിക്കും, എല്ലാവരുടെ സംസാരിക്കും. പക്ഷെ ആരും ഇതുവരെ ഒരു ശല്യമാണ് ഒന്ന് വായടക്കിയോ എന്നുള്ള രീതിക്കൊന്നും ആരും പറഞ്ഞിട്ടില്ല. അത് ചിലരോട് ചിലപ്പോൾ പറയാൻ തോന്നാറില്ല. അതുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ആ ഒരു ഫ്രീഡം എടുക്കാറില്ല. സിനിമാ മേഖല, മലയാള സിനിമാ മേഖല, ഇപ്പം മലയാളത്തിലും തമിഴിലും ഓഫറുകളൊക്കെ ഉണ്ടാവുമല്ലോ. ഒരു ഭയങ്കര ഫ്ലാംബോയൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെ അഭിനയിക്കാൻ ഒക്കെയുള്ള ആഗ്രഹമുണ്ടോ? ഭയങ്കര എക്സ്ട്രോവേർട്ട്. അതും ട്രൈ ചെയ്യണമല്ലോ. കാരണം ഇപ്പം എല്ലാ ക്യാരക്ടേഴ്സും ലിജോയെ പോലെ എന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നമുക്ക് പലതരത്തിലുള്ള ക്യാരക്ടേഴ്സ്, പല ജോണേഴ്സിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പൊ ഇങ്ങനെ എല്ലാവരും ഒബ്സർവ് ഒക്കെ ചെയ്യുന്നുണ്ടാവുമല്ലേ എക്സ്ട്രോവേർട്സിനൊക്കെ? നമുക്ക് ഏതാണ്ടൊക്കെ അറിയാം. അങ്ങനെയുള്ള ഫ്രണ്ട്സോ അല്ലെങ്കിൽ നമുക്ക് പരിചയത്തിലുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടാവുമല്ലോ ഈ പറയുന്ന ട്രേറ്റ്സ് ഒക്കെ ഉള്ളത്. അപ്പോൾ അവരൊക്കെ എങ്ങനെയാണെന്നുള്ളതെന്ന് അറിയാം. പക്ഷെ അഭിനയിക്കുമ്പോൾ അവരാവണ്ടേ? അവരെ തന്നെ ആവണം എന്നില്ല. നമ്മൾ മൊത്തത്തിൽ ആ ഒരു ക്യാരക്ടറിനെ അങ്ങനെ എടുക്കണം എന്നില്ല. അതിലെന്തെങ്കിലും എൻ്റെ എലമെന്റ്സ് ഉണ്ടാവും, ലിജോയുടെ എന്തെങ്കിലുമൊക്കെ ഇതുണ്ടാവാം. പ്ലസ് എനിക്ക് കണ്ടുപരിചയമുള്ള വേറെ ആരെങ്കിലും കൂടി അങ്ങനെ മിക്സ് ആയിട്ടൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് കംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് വല്ല ബയോപിക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും. എന്തായാലും ഞങ്ങളുടെ ഒരു വീഡിയോ കണ്ടിട്ടില്ല എന്ന് കേട്ടതിൽ സന്തോഷമുണ്ട്. ഞങ്ങൾ പൊതുവെ ചോദിക്കുന്ന വിഷയങ്ങൾ പൊതുവെ ഒന്ന് ദൈവവിശ്വാസം ഉണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കും. ദൈവവിശ്വാസം ഉണ്ടോ? ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ വിശ്വാസമുണ്ട്. എന്തോ ഒരു ഫോഴ്സ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ശക്തി ഉണ്ട് എന്നുള്ളതിൽ വിശ്വസിക്കുന്ന ആളാ. അല്ലാതെ റിലീജിയസ് അല്ല ചോദിച്ചാല് ഞാൻ അങ്ങനെ പള്ളിയിലൊന്നും പോകുന്ന ആളൊന്നും അല്ല. അപ്പോൾ ശരിയാ, ഞാനും അതെ. പക്ഷെ ഓക്കെ, അപ്പം ഈ പള്ളിയിലൊക്കെ പക്ഷെ ഒരു കാലത്ത് പോകേണ്ടി വന്നിട്ടുണ്ടാവുമല്ലോ? ഓ തീർച്ചയായിട്ടും. ഞാൻ +2 വരെയൊക്കെ വേദപാഠം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോയിട്ടൊക്കെ ഉള്ള ആളാണ്. അതിനുശേഷം പിന്നെ പതുക്കെ ആരും ചോദിക്കാതായി അല്ല. എനിക്കായിട്ട് തോന്നി അങ്ങനെ പോകുന്നത് കുറച്ചൊന്നേ ഉള്ളൂ. എന്നുവെച്ചാൽ തീരെ പോയില്ല എന്നൊന്നുമല്ല. എപ്പോഴെങ്കിലും എനിക്ക് കൂടുതലും പള്ളിയിൽ പോകാൻ, അല്ലെങ്കിൽ പള്ളിയിൽ നിന്നല്ല, ഇപ്പം അമ്പലമായാലും എവിടെയാണെങ്കിലും പോകാൻ, അവിടെ പോയി കുറച്ച് നേരം സമാധാനത്തിൽ ഇരുന്നിട്ട് പോരാൻ ഇഷ്ടമാണ്. അല്ല മറ്റേതും ഈ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ കുർബാനയ്ക്ക് പോയാലും ക്രൗഡാണ്. അപ്പം എനിക്ക് അത് ഒഴിവായി കിട്ടുകയാണെങ്കിൽ ഭയങ്കര ഒച്ചപ്പാടും അതൊന്നും വേണ്ട. എനിക്ക് സമാധാനത്തിൽ പോയി എനിക്ക് പറയാനുള്ളത് പറഞ്ഞ് കുറച്ചു നേരം അവിടെ ഇരുന്നിട്ട് തിരിച്ചു പോരുക എന്നുള്ളത് അതിഷ്ടമാണ്. വിശ്വാസിയാണ്. അതാ ഞാൻ പറഞ്ഞു. പക്ഷെ അതൊരു ഇന്നൊരു പെർട്ടിക്കുലർ റിലീജിയൻ എന്ന് ഞാൻ പറയുന്നില്ല. എന്താണ് ആ സങ്കല്പം? ദൈവം എന്ന് പറയുന്ന സങ്കല്പം എന്തോ ഒരു ശക്തിയുണ്ട്, അതിൽ വിശ്വസിക്കുന്നു. നിരീശ്വരവാദി അങ്ങനെ പറയണില്ല. ഒരു പേഴ്സണൽ പ്രാർത്ഥിക്കാറുണ്ട്. അതെ, ഈ ശീലത്തിന്റെയാണ്. ചെറുപ്പം മുതൽ ചിലപ്പോ ട്രാവൽ ചെയ്യുമ്പോ മറ്റേ കൊന്തയൊന്നും അല്ലല്ലോ ഇരുന്ന് ഒരു കോൺവെർസേഷൻ.
പ്രാർത്ഥന ഉണ്ട്. ഇപ്പൊക്കെ എന്താ പ്രാർത്ഥന? അത് ഞാൻ പറയണോ? ഇല്ലാതെ അല്ല, ഞാൻ അതിന് വേറെ ഇതിൽ ചോദിക്കാം. ഇപ്പൊ എങ്ങനെ വെച്ചാലും പറയില്ല. എന്താണ് പ്രാർത്ഥന? ഒരു രക്ഷയില്ല. ഞാൻ ഈ ചോദിക്കുന്നതിന്റെ പ്രധാന കാരണം എന്താന്ന് വെച്ചാൽ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാനല്ല, സത്യമായിട്ടല്ല. നമ്മുടെ ഇവിടെ നിരീശ്വരവാദികളും വരും, എല്ലാവരോടും നമ്മൾ ചോദിക്കും. ഉദാഹരണത്തിന് ഇപ്പം രവിചന്ദ്രൻ അറിയാൻ വഴിയില്ല, നിങ്ങൾ ഇന്റർവ്യൂ പോലും കാണാത്ത ആളുകളാണെങ്കിൽ. അപ്പം അദ്ദേഹം പറഞ്ഞത് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ആള് നിരീശ്വരവാദിയാണെന്ന് പറയുമോ ദൈവവിശ്വാസം അല്ല എന്നൊക്കെ പറയുക, അയാൾക്ക് ചിലപ്പോൾ കരിയറിൽ നഷ്ടം ഉണ്ടാവും. കാരണം എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ടൊവിനോ ഒക്കെ അങ്ങനെ, കാരണം പോപ്പുലർ ആയിട്ടുള്ള ഒപ്പീനിയൻ അല്ലല്ലോ അത്. അങ്ങനെ അപ്പം ആളുകൾ അത് ശരി, അവൻ നിരീശ്വര അഹങ്കാരിയാണ് എന്നൊക്കെ പറയില്ലേ ആളുകൾ. അങ്ങനെ പൊതുവെ ആർട്ടിസ്റ്റുകളിൽ ദൈവസങ്കല്പം ദൈവസങ്കല്പം എന്നുണ്ടാവില്ല, ഒരു ആളായിട്ടാണോ കാണുന്നത്? അത്രയൊക്കെ ഒന്നുമല്ല. അപ്പോൾ ശരിക്കും ഉള്ളിലുള്ളൊരു ലിജോയും ലിജോയുടെ ഉള്ളിൽ തന്നെ വേറൊരാളുമാണ്. ആളോടാണ് ഈ സംസാരം മുഴുവൻ. എൻ്റെ ഉള്ളിൽ നല്ലേ മൊത്തത്തില് ഒരു സർവ്വവ്യാപിയായിട്ടുള്ള അങ്ങനെ കാണാൻ ഇഷ്ടമാണ്. എന്തോ ഒരു ശക്തി. അത് ഇന്ന ഒരു സ്ഥലത്ത് ചെന്നാൽ മാത്രമേ നമുക്കത് ഫീൽ ചെയ്യുള്ളൂ, അങ്ങനെയല്ലാണ്ട്. അങ്ങനെയല്ല. എന്തെങ്കിലും നല്ലതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ലതേ വരൂ എന്നൊക്കെ ഒരു വിശ്വാസം ഉണ്ടാവും അല്ലേ? നല്ലത് ചെയ്താൽ നല്ലതേ വരുള്ളൂ, ചീത്ത ചെയ്താൽ മോശം വരും, അങ്ങനെയുമില്ല. ഈ ശക്തിയെ കൊണ്ടൊക്കെ എന്താ ഉപകാരം? ഞാൻ പറഞ്ഞില്ല, എന്തെങ്കിലും നമ്മളെ ശിക്ഷിക്കാനും രക്ഷിക്കാനും ഇരിക്കുന്ന ആളാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മൾ ചെയ്യുന്നതൊക്കെ ചിലപ്പോൾ കാണുന്നുണ്ടാവും സൈഡിലൊക്കെ. അങ്ങനെ ജഡ്ജ് ചെയ്യുന്ന ഒരാളൊക്കെ ആണെങ്കിൽ എനിക്ക് ഇത്ര താല്പര്യം വരത്തില്ല. അത്രേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ ഒരു ഫ്രണ്ട് പോലെ അത്രേ ഉള്ളൂ. അതൊന്നും തിരക്കിടില്ല നമുക്ക്. അങ്ങനെ ഒരു ദൈവത്തെ കൊണ്ട് ആർക്കും ഒരു ഉപദ്രവമില്ല അല്ലേ? അങ്ങനെയാണ് ആക്ച്വലി എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളൊക്കെ കൂടിയാണ് അങ്ങനെയല്ല എന്നാക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് ഏറ്റവും ആവശ്യം ഈ ഒരു ഫ്രണ്ടിനെയാണ്. മനുഷ്യന്മാര് പലപ്പോഴും ഈ ഒരു റിയൽ ഫ്രണ്ട് ആവാൻ പരാജയപ്പെടും അല്ലേ? എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടോ? അല്ല, കാരണം കാരണം ലിജോയുടെ തന്നെ ഒരു ഇന്റർവ്യൂ ഞാൻ ശ്രദ്ധിച്ചത്, ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നുള്ള രീതിയിൽ എനിക്ക് എൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ എന്ന് വെച്ചാൽ ഒരു മറ്റു നമ്മളങ്ങനെ കമ്പനിയെക്കാളും എനിക്ക് എൻ്റെ കമ്പനി ഇഷ്ടമാണ്. കാരണം നമ്മൾ ട്രൂലി നമ്മളെ ഒരാൾക്ക് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ എളുപ്പമല്ലല്ലോ അല്ലേ? അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്. ഇപ്പം നമ്മുടെ ചില ഫ്രണ്ട്സൊക്കെ അങ്ങനെയായിരിക്കും. നമ്മൾ ഒന്നും ജഡ്ജ് ചെയ്യാതെ, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താലും അതിനെ ജഡ്ജ് ചെയ്യാണ്ട് എന്തുകൊണ്ടായിരിക്കാം അവൻ അല്ലെങ്കിൽ അവൾ അങ്ങനെ ചെയ്തതെന്ന് മനസ്സിലാക്കുന്ന ഫ്രണ്ട്സും ഉണ്ട്. അങ്ങനത്തെ ദൈവത്തിന്റെ ആവശ്യം അതൊന്നും അല്ല. ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പോൾ നമ്മൾ ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഒന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് നേരം ആ ഒരു സൈലൻസിലിരിക്കാൻ എന്നുള്ളതാണ്. അപ്പോൾ ഒരു സമാധാനം കിട്ടും. ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ പള്ളിയിൽ പോകുന്നതോ അല്ല അമ്പലത്തിൽ പോകുമ്പോഴോ ചിലപ്പോൾ ചിലർക്ക് ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഒരു പോസിറ്റീവ് എനർജി കിട്ടും. അതാണ്, അത്രേ ഉള്ളൂ. അല്ല, അതൊക്കെ ഞാൻ ശരിക്കും, എനിക്ക് ഇതിൽ വിശ്വാസമൊന്നുമില്ല, പക്ഷെ എനിക്ക് പോലും കിട്ടാറുണ്ട് അതൊക്കെ പള്ളിയിലൊക്കെ പോകുമ്പോൾ. വിശ്വാസമുള്ളവർക്ക് മാത്രമേ മ്യൂസിക് ഒക്കെ അല്ലേ പള്ളിയിലൊക്കെ ചിലപ്പോൾ ഒന്നുമില്ല, ചിലപ്പോൾ കുന്തിരിക്കാൻ പോയിക്കുന്ന അതൊക്കെ നമുക്ക് ഒരു മനസ്സിന് സമാധാനം തരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ മനുഷ്യന് അത് അത്യാവശ്യമാണ്. കറക്റ്റാ. ലിജോയുടെ പല ഇന്റർവ്യൂ ഞാൻ കണ്ടു. ഒരു കാര്യം ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ പഴയ സ്ഥിരമായി പറയുന്ന ആൻസേഴ്സ് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ. ഇതുവരെ അങ്ങനെ സ്ഥിരമായിട്ടുള്ള ഒരു ചോദ്യം ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ. പക്ഷെ ഏതെങ്കിലും ഒരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ ഒരു ചോദ്യം ഇവർ ചോദിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? ഈ പറയണ പോലെ റിപ്പീറ്റഡ്ലി മറ്റേ ജയ്ഭീമിനെ കുറിച്ച് ചോദിക്കുക, അല്ലെങ്കിൽ മഹേഷിന്റെ പ്രതികാരത്തെ കുറിച്ച് ചോദിക്കുക, അല്ലെങ്കിൽ സിനിമയിൽ വന്നതിനെ കുറിച്ച് ചോദിക്കുക. കണ്ടുകൊണ്ട് ഞാൻ തന്നെ മടുത്തു. അപ്പൊ ഇത് പറയുന്ന ആളുടെ അവസ്ഥ അത് ചോദിക്കാണ്ടിരുന്നെങ്കിൽ നന്നായിരുന്നു തോന്നാറുണ്ട്. അപ്പൊ അതൊന്നും നമ്മൾ ചോദിക്കാനേ ഉദ്ദേശിക്കുന്നില്ല. പൊതുവെ ഒരു സിനിമയുടെ പ്രൊമോഷനുമായിട്ടൊക്കെ ഇപ്പം നമ്മൾ കാണുന്നില്ലേ, മീഡിയയിൽ റിവ്യൂസ് നടക്കുന്നു, ഇതൊക്കെ കുറേ നടക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ഈ ട്രെൻഡ്? കണ്ടിട്ട് ഇതിൻ്റെ പ്രൊമോഷൻ്റെ വീഡിയോ ഒക്കെ കാണുമ്പോൾ എന്താ തോന്നാറ്? സത്യത്തിൽ എനിക്കിതിനോട് വലിയ താല്പര്യമുള്ള ആളല്ല.
പിന്നെ നമ്മളുടെ പടം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മളെല്ലാവരും പ്രൊമോട്ട് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളത്. ഇപ്പം മുമ്പൊന്നും അങ്ങനെയല്ല. മുമ്പ് സിനിമ ചെയ്യുന്നു, സിനിമ റിലീസാവുന്ന സമയത്ത് അതിൻ്റെ പോസ്റ്റർ ഒട്ടിക്കൽ മാത്രമേ ഉള്ളൂ. പിന്നീട് ആളുകൾ കണ്ട് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ബാക്കിയുള്ളവരോട് പറഞ്ഞ് സിനിമ ഹിറ്റാവുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ആക്ടേഴ്സിന് അന്ന് വേറൊന്നും ചെയ്യാനില്ല, റിലീസാവുന്ന സമയത്ത് വേറൊന്നും ചെയ്യാനില്ല. ഇപ്പം പക്ഷെ അങ്ങനെയല്ല. നമുക്ക് ഇപ്പോൾ നമ്മുടെ പടം അത് എനിക്കെന്നല്ല എല്ലാവർക്കും, എല്ലാ ആക്ടേഴ്സിനും അവനവൻ്റെ പടം നമ്മൾ പ്രൊമോട്ട് ചെയ്തേ പറ്റുള്ളൂ എന്നാണ്. ഇപ്പോൾ ഒരു 2 ദിവസമോ 3 ദിവസമോ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ എന്നുള്ളത്. ഈ ക്രൗഡിലൊക്കെ വന്ന് ഇങ്ങനെ ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള ഒരാൾ ഒരു ബുദ്ധിമുട്ടുണ്ട്, ഞാനത് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഇത് നമ്മുടെ ജോബിൻ്റെ ഭാഗമാണല്ലോ, നമ്മുടെ പ്രൊഫഷൻ്റെ ഭാഗമായതുകൊണ്ട് നമ്മളതിന് നിന്ന് കൊടുക്കണം. നമ്മൾ പ്രൊമോട്ട് ചെയ്തേ പറ്റുള്ളൂ. ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ കോളേജ് പ്രോഗ്രാംസിന് പോകേണ്ടി വരാറുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും മോളുകളിൽ അല്ലെങ്കിൽ തിയേറ്റർ വിസിറ്റ് ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുമ്പം എനിക്ക് പേഴ്സണലി ഉണ്ടാവാറുണ്ട് ക്രൗഡിനെ കാണുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട്. പക്ഷെ കുഴപ്പമില്ല, ഓക്കെയാണ്. അതും പഠിച്ചു വരുന്നു. അതെ, ക്രൗഡിൽ നിൽക്കാൻ പഠിച്ചു. അല്ല, ബെറ്ററാണ്. ഞാനിപ്പോൾ പണ്ടത്തേനേക്കാളൊക്കെ ഒരുപാട് ബെറ്ററാണ്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത രീതിയിൽ അങ്ങ് പോവാം. അപ്പൊ ഇവിടെയും ഇങ്ങനത്തെ ഒരു വന്നിരിക്കുന്നത് ഇന്റർവ്യൂസും എനിക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്, ഇല്ല എന്ന് ഞാൻ പറയണില്ല. പക്ഷെ അതും ഈ പറഞ്ഞ പോലെ ഇതിന്റെ പാട്ടായത് കൊണ്ട് നമ്മൾ വരുന്നു, നമ്മൾ ചെയ്യുമ്പോൾ സന്തോഷത്തോടെയൊക്കെ തന്നെയാണ് ചെയ്യുക കേട്ടോ. അല്ലാണ്ട് അങ്ങനല്ലാന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെ പറയണില്ല. അത് അവിടെ ഒരു സിനിമ മൊത്തത്തിൽ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ അടുത്ത് പല വ്യത്യാസങ്ങളും വരുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഇതിൽ തന്നെ ജൂനിയർ ആയിട്ടുള്ള ആളുകളുടെ ഫെസിലിറ്റീസിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നതായിട്ട് കേട്ടിരുന്നു. പക്ഷേ എനിക്ക് മനസ്സിലായൊരു കാര്യം, ഈ സിനിമ പോലെ ഒരു ഇൻഡസ്ട്രിയിൽ ഇതൊരു ഭയങ്കര പ്രശ്നമല്ലേ. കാരണം ജെന്യുവിൻലി ബഡ്ജറ്റിൻ്റെ കൺസേൺസും ഉണ്ടാവുമല്ലോ. അപ്പം ഈ ആർട്ടിസ്റ്റുകൾക്ക്, ഒരു ലീഡ് ആർട്ടിസ്റ്റ് ആണല്ലോ, കാരവാൻ എന്തായാലും കിട്ടും. ഈ ആർട്ടിസ്റ്റുകൾക്ക് മാത്രമായിട്ട് എന്തിനാ കാരവാൻ? എല്ലാവർക്കും കാരവാൻ കൊടുക്കണം. അതായത് ഒരു കാരവാൻ ടെക്നീഷ്യൻസിന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം ടെക്നീഷ്യൻസിന്, ഇപ്പം ഡയറക്ടർ ആയിക്കോട്ടെ അല്ലെങ്കിൽ സിനിമറ്റോഗ്രാഫർ ആയിക്കോട്ടെ, അവർക്ക് അങ്ങനെ കൊടുക്കുന്ന പ്രൊഡക്ഷൻ ഹൗസസും ഉണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയണത്. അപ്പോൾ അവർക്കൊക്കെ ആണെങ്കിലും, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഞാൻ പറഞ്ഞത് മറ്റേത് കാരവൻ എല്ലാവർക്കും, കാരവൻ സൗകര്യം എന്ന് മാത്രമല്ല ഞാൻ പറയുന്നത്, എല്ലാവർക്കും ഒന്ന് റെസ്റ്റ് എടുക്കാനുള്ളൊരു സ്പേസോ അല്ലെങ്കിൽ ഒന്ന് വാഷ്റൂമിൽ പോകാനുള്ള സ്പേസ്. ഇപ്പം ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വരുന്നവർ അല്ലെങ്കിൽ ക്യാരക്ടർ റോൾസ് ചെയ്യാൻ വരുന്നവർക്കൊക്കെ ഒന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ, കോസ്റ്റ്യൂം മാറാനൊക്കെ ഉള്ള ഒരു സേഫ് സ്പേസ് ഉണ്ടാക്കാന്നുള്ളതേ പറയുന്നുള്ളൂ. അത് അത്ര ബുദ്ധിമുട്ടാണ് സാമ്പത്തികമായിട്ട്? അല്ല, അതാണ് ഞാനും പറയണത്. അതിലൊക്കെ നമുക്ക് എത്രയാണ്, എത്രത്തോളം എക്സ്പെൻസ് കൂടാനാണെന്നാണ് ഞാനും ചോദിച്ചത്. അങ്ങനത്തെ അതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ബേസിക് ആയിട്ട് നമ്മൾ എല്ലാ സെറ്റിലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഒന്നുമില്ല, ഇപ്പോൾ ഒരു കാരവാൻ അല്ലെങ്കിൽ പോലും നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് അടുത്തൊരു വീടോ അങ്ങനെ എന്തെങ്കിലും ഒരു സൗകര്യം ഒരുക്കിയാലും മതി. ഇപ്പം അത് ചെയ്യുന്നുണ്ട് കേട്ടോ, ഒരുപാട് പ്രൊഡക്ഷൻ ഹൗസുകൾ ചെയ്യുന്നുണ്ട്. ചില സിനിമകളിലൊക്കെ മാത്രമേ അങ്ങനെ ഇല്ല, ഒരു നിവൃത്തിയില്ല എന്നുള്ള രീതിക്ക് വരാറുള്ളൂ. ഉണ്ട്, ഇല്ല എന്ന് പറയണില്ല. പക്ഷെ അത് എല്ലാവരും അങ്ങനെ ചെയ്യാനൊരു ഇൻട്രസ്റ്റ് കാണിക്കുകയാണെങ്കിൽ അത് നന്നാവും എന്നാണ് പറഞ്ഞത്. ലിജോ ഒരു ട്രഡീഷണൽ റൂട്ടിൽ കൂടെ നടിയായ ആളല്ലല്ലോ. അപ്പം പലരും ജൂനിയർ ആർട്ടിസ്റ്റുകളും ഒക്കെ ആ ഒരു ലൈഫ് ജേണി ഭയങ്കര ഡിഫിക്കൽട്ട് അല്ലേ ഒരാൾക്ക്? ഈ ലിജോ ഇരിക്കുന്ന സ്ഥലത്തോട്ട് എത്തിപ്പെടാൻ വളരെ ബുദ്ധിമുട്ടല്ലേ? അപ്പം അവർക്കൊക്കെ കുറച്ച് അസൂയയും ബുദ്ധിമുട്ടൊക്കെ കാണുമല്ലേ ഇങ്ങനെ പെട്ടെന്ന് ഒരാൾ വന്നിട്ട്? അങ്ങനെ അറിയില്ല, എനിക്കൊന്നും ഞാൻ വന്നതിനേക്കാളും ഇപ്പോഴത്തെ കുട്ടികൾക്കാണ് കുറച്ചും കൂടിയൊക്കെ സിനിമയിൽ വരാൻ എളുപ്പം എന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ ഈ പറയുന്ന പോലെ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ റീൽസ് ഒക്കെ ചെയ്ത് അതിൽ കൂടി ഫേമസ് ആയിട്ട് അങ്ങനെ സിനിമകളിൽ വരുന്ന ആളുകളൊക്കെ ഇപ്പോൾ ഒരുപാടുണ്ട്. ഞാൻ സിനിമയിൽ വന്ന കാലത്ത് അങ്ങനത്തെ ഓപ്ഷൻസ് ഒന്നുമില്ല. അപ്പൊ ഞാൻ തന്നെ കാസ്റ്റിംഗ് കോൾ കണ്ടിട്ടാണ് അപ്ലൈ ചെയ്ത് വന്നതാണ്. അപ്പൊ പക്ഷെ അങ്ങനെ അല്ലാത്ത ഒരുപാട് പേരുണ്ട്. എനിക്ക് സിനിമ ചെയ്യണം, എനിക്കൊരു നടി ആവണം എന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി ട്രൈ ചെയ്ത് ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആളുകളുമുണ്ട്. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ഇങ്ങനെ വന്നതിനേക്കാളും കുറച്ചും കൂടി ഈസിയാണ് സിനിമയിലേക്ക് വരാൻ അല്ലെങ്കിൽ ഒരു സിനിമ ചെയ്യാൻ. പക്ഷെ ബുദ്ധിമുട്ടുള്ള കാര്യം സിനിമയിൽ നിലനിന്ന് പോവുക എന്നുള്ളതാണ് ഈ ഒരു കാലത്ത്. കാരണം സമയത്ത് നിർത്താൻ ആലോചിച്ചിരുന്നു. അത് വെറുതെ കമ്പല്ല ശരിക്കും. ഞാൻ PhD ചെയ്യാമെന്ന് വിചാരിച്ച് അതിന് വേണ്ടിയിട്ട് നെറ്റിനൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് അതിലേക്ക് വിളിക്കുന്നത്. അതും ഓഡിഷന് വിളിച്ചതാണ്.
ഓഡീഷൻ വന്ന് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ വിളിച്ചത് ആ സമയത്താണ്. അപ്പൊ അതായത് ആ സിനിമ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ലിജോ മോൾ തീർന്നു. ചിലപ്പോൾ PhD എന്നൊക്കെ പറഞ്ഞു പോയാനെ. എന്തില് PhD എടുക്കാനാണ്? പഠിപ്പിക്കാൻ പോവോ? എനിക്ക് ഇഷ്ടമാണ്, ലെക്ചറർ ആവണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. PG ചെയ്യുന്ന സമയത്ത് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഉടനെ PhD ചെയ്യണമെന്ന്. ജേർണലിസം ആണോ പഠിച്ചത്? ജേർണലിസം ഡിഗ്രിയാണ്. PG ചെയ്തത് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസിലാണ്. ശരി, ജേർണലിസം പഠിച്ച ആളെയാണ് ഞാൻ ഇന്റർവ്യൂ ചെയ്യുന്നത്. ജേർണലിസം പഠിച്ചു, 2 വർഷം വർക്ക് ചെയ്തു സബ് എഡിറ്റർ ആയിട്ട്. അതെ. അപ്പൊ ലിജോ ഇന്റർവ്യൂസ് ഒക്കെ ചെയ്തിട്ടുണ്ടോ? ഇന്റർവ്യൂസ് പ്രിന്റ് ആയിരുന്നു എനിക്ക് ഇഷ്ടം. പക്ഷെ ഞാൻ വർക്ക് ചെയ്ത ഒരു ചാനലിലാണ്. ഞാൻ കൂടുതൽ കാലം ഡെസ്കിലായിരുന്നു. ബ്യൂറോയിൽ നിന്നത് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഒരു 1 month എൻ്റെ നോട്ടീസ് പീരീഡിൽ മാത്രമാണ്. അതല്ലാണ്ട് ഞാനങ്ങനെ പോയി സ്റ്റോറീസ് ചെയ്തിട്ടുള്ളത് കലോത്സവം റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുണ്ട് ലൈവായിട്ടൊക്കെ. അത് ശരി. അപ്പം ശരിക്കും ഇന്റർവ്യൂ ചെയ്യാൻ എന്നെക്കാളും ക്വാളിഫൈഡ് ലിജോ ആണ്. ഞാൻ ഇങ്ങനത്തെ ഇന്റർവ്യൂസ് അല്ല, മേ ബി ഇന്റർവ്യൂസിന് പ്രിപ്പയർ ചെയ്യാനൊക്കെ ഓക്കെ ആയിരിക്കും. പക്ഷെ എനിക്ക് വേണ്ടാന്ന് വെച്ചിട്ട് തന്നെയാണ് ഞാൻ PG വേറെ സബ്ജക്റ്റ് എടുത്ത് ചെയ്തത്. അല്ലെങ്കിൽ ഞാൻ മാസ് കോമിൽ തന്നെ PG ചെയ്യാന്നൊക്കെ വിചാരിച്ചാണ് ഇരുന്നത്. സാമ്പത്തികമായ ബുദ്ധിമുട്ട് കൊണ്ടാണോ നിർത്തി പോകുന്നത്, അതോ മടുക്കുന്നതാണോ എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ച ജയ്ഭീമിന് മുമ്പ് നിർത്തി പോവാന്ന് വിചാരിച്ചല്ലോ. അപ്പൊ അത് ഇത് എൻ്റെ കരിയർ അല്ല, എനിക്കിത് പറ്റില്ല എന്നൊരു കോൺഫിഡൻസ്? അങ്ങനെയല്ല, എനിക്ക് ഇഷ്ടപ്പെടുന്ന പോലത്തെ ക്യാരക്ടേഴ്സ് ഒന്നും വന്നിരുന്നില്ല ആ സമയത്ത്. അപ്പോൾ എനിക്കൊരു മടുപ്പ് തോന്നി. ഓക്കെ, വേണ്ട, എന്തായാലും എനിക്ക് PhD ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു, അപ്പോഴും ഉണ്ടത്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ക്യാരക്ടേഴ്സ് വരാത്ത സ്ഥിതിക്ക് അപ്പോൾ എനിക്ക് ഈ ഓപ്ഷൻ ഉള്ളത് കൊണ്ട് ഞാൻ ഇതിലേക്ക് പോവാം എന്ന് അങ്ങനെ വിചാരിച്ചുള്ളൂ. ഇനി PhD ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഇപ്പോഴും. ഇതിന്റെ ഇടയിലൊക്കെ ചെയ്യാൻ പറ്റുമോ? ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ പാർട്ട് ടൈം ചെയ്യേണ്ടി വരും. അതും ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ PG ചെയ്തിട്ട് ഒരു 10 വർഷമൊക്കെ ആവാറായി. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ടച്ചെല്ലാം വിട്ടു. സിലബസിൽ ഒരുപാട് മാറ്റം ഉണ്ടാവും. അപ്പം വീണ്ടും ഒന്നുകൂടെ അതിന് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ തന്നെ കുറച്ച് സമയം എനിക്ക് വേണം. നാളെ അഭിനയം മാറി വേറെ എന്തെങ്കിലും സിനിമയുടെ മറ്റു മേഖലകളിലോട്ടൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ടോ? നിലവിൽ അങ്ങനെയൊന്നും ആലോചിച്ചിട്ട് പോലുമില്ല അങ്ങനെയൊന്നും. വേറെ എന്തൊക്കെ ചെയ്യണം? അഭിനയിക്കുക അല്ലാതെ വേറെ എന്തൊക്കെ ചെയ്യണമെന്നാണ് ആഗ്രഹം? ഇപ്പൊ അങ്ങനെ വേറെ ഒന്നും ആലോചിക്കാറില്ല. ഇതിൽ ഹാപ്പിയാണ്, കംഫർട്ടബിൾ ആണ്. ഇത് എങ്ങനെ പോകുമെന്ന് നോക്കാം. അല്ലാണ്ട് അങ്ങനെ വലിയ ഞാനങ്ങനെ പ്ലാൻ ചെയ്ത് സിനിമയിൽ വന്ന ആളുമല്ല. അപ്പം അതുകൊണ്ട് തന്നെ വലിയ പ്ലാനിങ്ങോട് കൂടി ഒന്നും അങ്ങനെ മുന്നോട്ട് പോകുന്നുമില്ല. ഓക്കെ, ഇന്ന സമയം കൊണ്ട് ഇന്നൊരു ഇതിലേക്ക് എത്തണം, അങ്ങനൊന്നും പ്ലാനിങ് ഒന്നുമില്ല. ഒരു ഷൂട്ടൊന്നും ഇല്ലാത്തൊരു ദിവസം എന്താ ചെയ്യുക? വെറുതെ ഇരിക്കാൻ ഇഷ്ടം. വായനയോ TV? വായനയുണ്ട്. വായനക്കാരിയാണ്. വായിക്കും. ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം? ഏറ്റവും ഇഷ്ടപ്പെട്ടത് എനിക്ക് 2-ാം ഊഴം ഒരുപാട് ഇഷ്ടമാണ്. MTയുടെ കുറേ കഥകൾ എനിക്ക് റിലേറ്റബിൾ ആയിരുന്നു, ആണ് ഇപ്പോഴും അതെ. പിന്നെ എനിക്ക് KR മീരയുടെ റൈറ്റിങ്സ് എനിക്ക് ഇഷ്ടമാണ്. ഇപ്പോൾ ലാസ്റ്റ് സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ, എനിക്ക് മേ ബി അതിലെ ക്യാരക്ടർ ജസബല്ല എന്ന് പറയുന്ന ക്യാരക്ടർ എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. എത്ര വയസ്സ് തൊട്ട് ഉണ്ട്? അമ്മ ചെറിയ പ്രായത്തിൽ ബുക്സ് വാങ്ങിച്ചു തരുമായിരുന്നു. അപ്പം ചെറിയ പ്രായം തൊട്ട് അങ്ങനെ വായിച്ചിട്ടുണ്ട്. പിന്നെ അതിനിടയിൽ ബ്രേക്കൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം ചെറിയ പ്രായത്തിലൊക്കെ വായിച്ചു വെച്ച് നോക്കി ഇപ്പൊ കുറവാ. ചെറിയ പ്രായത്തിലൊക്കെ ഒരുപാട് വായിക്കായിരുന്നു. ഇപ്പോൾ തീരെ ചെറിയ പ്രായത്തിൽ എന്ന് പറഞ്ഞാൽ എത്ര വയസ്സുള്ളപ്പോ? മേ ബി ഒരു 3-ാം ക്ലാസ് ഒക്കെ തൊട്ട്. 3-ാം ക്ലാസ് തൊട്ട് നോവലുകളൊക്കെ വായിക്കും? നോവൽ എന്നല്ല, അന്നുള്ളത് ഈസോപ്പ് കഥകൾ അല്ലെങ്കിൽ പഞ്ചതന്ത്രം കഥകൾ. പിന്നെ അമ്മ എന്താന്ന് വെച്ചാൽ റോബിൻസൺ ക്രൂസോ, ഇതിന്റെയൊക്കെ മലയാളം, അല്ലെങ്കിൽ ഷേക്സ്പിയറിന്റെ ഇതൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഇതൊക്കെ അതിന്റെയൊക്കെ മലയാളം വിത്ത് എന്താ പറയാ ചിത്രങ്ങളോട് കൂടിയിട്ടുള്ള ബുക്കുകൾ അമ്മ വാങ്ങി തരുമായിരുന്നു. അതൊക്കെ അന്നതൊന്നും മനസ്സിലാവണം എന്നൊന്നുമില്ല, പക്ഷെ വായിക്കുമായിരുന്നു, വായിക്കാൻ ഇഷ്ടമായിരുന്നു. ഇന്റൻസ് ഇമോഷണൽ ക്യാരക്ടേഴ്സ് ചെയ്യുന്നത് നമ്മളുടെ പേഴ്സണൽ ഒരു ഇമോഷൻസ് ഉണ്ടല്ലോ, അതിനെ എസ്കേപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യോ? അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം നമ്മളത് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഇപ്പോൾ ഓക്കെ, ഞാൻ എൻ്റെ മൂഡ് ചിലപ്പം ഭയങ്കര മോശമായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ എന്തെങ്കിലും ഭയങ്കര മോശം സിറ്റുവേഷനിൽ കൂടെ ഒക്കെ ആയിരിക്കാം മേ ബി ഞാൻ പേഴ്സണൽ ലൈഫിൽ പോവുക. പക്ഷെ സിനിമ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സീൻ ചെയ്യുന്ന സമയത്ത് ഞാൻ അത് ഓർത്തിരിക്കില്ല എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞത് ആ സിനിമ ചെയ്യുന്ന സമയത്ത് ഞാനത് ആലോചിച്ചിരിക്കുന്നുണ്ടാവില്ല. അതൊരു എസ്കേപ്പ് അല്ലേ, അതൊരു സുഖമല്ലേ? പക്ഷെ ആ ഒരു ഇത് കഴിഞ്ഞാൽ, ആ ഒരു ഷൂട്ടിന്റെ സമയം കഴിഞ്ഞാൽ തിരിച്ച് ഇതിലേക്ക് തന്നെ വരും.
അപ്പൊ അത് അങ്ങനെ അതുകൊണ്ടൊരു എസ്കേപ്പ് അങ്ങനെ അല്ല പറയാം. ഒരു ഗുണം അതൊരു കുറച്ചൊരു റിലീഫ് അല്ലേ? കുറച്ച് അപ്പൊ ക്യാരക്ടറിന്റെ ഇമോഷൻ പിടിക്കണം. അത് ശരി. കുറച്ചുകൂടെ അങ്ങനെ ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. കാരണം ഞാൻ എന്താ ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഈ ചില സൈക്കോളജിസ്റ്റുകളൊക്കെ ഈ മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് ആക്ടിംഗ് ഒക്കെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പം ഇത് ഒരു റിയൽ ആക്ടറോട് ചോദിക്കാമല്ലോ. എനിക്ക് അങ്ങനെ ഞാൻ അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഭയങ്കര സ്ട്രെസ് ട്രോമയൊക്കെ ഉള്ള ആളുകൾ അങ്ങനത്തെ ക്യാരക്ടേഴ്സും കൂടെ ആണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതെ, അത് അവിടെയും ബുദ്ധിമുട്ട് ഇവിടെയും ബുദ്ധിമുട്ട്. ചിലപ്പോൾ കുറച്ച് ഫണ്ണായിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി ഔട്ട് സ്പോക്കൺ ആയിട്ടുള്ള അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഗുണമായിരിക്കും. കുറച്ച് നേരത്തേക്കെങ്കിലും നമ്മളുടെ പ്രശ്നങ്ങളൊക്കെ മറക്കാൻ പറ്റും. ഒരു ടിപ്പിക്കൽ നയൻതാര ആസിൻ മാതിരിയൊക്കെയുള്ള റോളുകളിൽ പ്രതീക്ഷിക്കാൻ പറ്റുമോ? ഞാനങ്ങനെ ആലോചിച്ചിട്ടില്ല. ഭയങ്കര പണ്ട് ഒക്കെ അല്ലേ ഒരു ഭയങ്കര ഗ്ലാമറസ് ആയിട്ടൊക്കെയുള്ള അങ്ങനെ ഒരു കാരണം എൻ്റെ ഒരു കംഫർട്ട് സോൺ ഉണ്ട്. അപ്പം അതിന് പുറത്തേക്ക് ഭയങ്കരമായിട്ട് പോയി ചെയ്യുമോയെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. ഭയങ്കര ഡാൻസും ഒക്കെ ഇല്ല. അതൊന്നും ഡാൻസ് ഒക്കെ പഠിച്ചുകൂടെ? ഇല്ല, ബുദ്ധിമുട്ടാ. ഓക്കെ. ജേർണലിസം എന്തിനാ പഠിച്ചത്? ഇഷ്ടമായതുകൊണ്ട്. എന്തുകൊണ്ടാണ് ജേർണലിസം ഇഷ്ടം? എനിക്ക് ജേർണലിസം ഇഷ്ടമായിരുന്നു. പക്ഷെ പ്രിന്റ് മീഡിയയിൽ വർക്ക് ചെയ്യാനായിരുന്നു താല്പര്യം. എഴുതാൻ ഇഷ്ടമായിരുന്നു. ഇപ്പം ആണെന്ന് ഞാൻ പറയണില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് പറ്റിയ പണിയാണെന്ന് തോന്നി. അതെ. അല്ലാതെ രാജ്യം നന്നാക്കി കളയാം അങ്ങനത്തെ തോട്ടൊന്നും ആ സമയത്തില്ല. എത്ര വയസ്സുണ്ട്? 20 വയസ്സ്. 20 വയസ്സിലൊക്കെ അത്രയും വലിയ അങ്ങനെയൊന്നും ആലോചിച്ചിട്ടൊന്നുമില്ല. എനിക്കിഷ്ടമായിരുന്നു പ്രിന്റ് ജേർണലിസം. പ്രിന്റിൽ വർക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ പ്രിന്റിൽ വർക്ക് ചെയ്യാൻ പറ്റിയില്ല. അഡ്മയർ ചെയ്യുന്ന ജേർണലിസ്റ്റ് ഞാൻ ഒഴിവായി മറ്റുള്ള ജേർണലിസ്റ്റ് ആരുമില്ല. ഇപ്പൊ ഞാൻ അങ്ങനെ ഫോളോ ചെയ്യുന്നില്ല. ഞാൻ എത്ര 2014 വിട്ടതാ. ഇപ്പൊ അങ്ങനെ ഒന്നും ഫോളോ ചെയ്യാറൊന്നുമില്ല. ജസ്റ്റ് എന്താണ് ന്യൂസ് അപ്ഡേറ്റ്സ് നോക്കും അല്ലാണ്ട് വേറെ ഒന്നും അങ്ങനെ ഫോളോ ചെയ്യുന്ന ആളൊന്നുമില്ല. ലിജോ അബദ്ധത്തിൽ വന്നതാണ്. ഈ ഇന്റർവ്യൂവിനെ അറിയാം. അതെ, അറിഞ്ഞിരുന്ന ഞാൻ നോക്കി കണ്ടൊക്കെ വരുന്നുണ്ടായിരുന്നുള്ളൂ. വന്നതിൽ വളരെ സന്തോഷം. എങ്ങനെയുണ്ടായിരുന്നു ഇന്റർവ്യൂ? കുഴപ്പമില്ലായിരുന്നു. ഞാനിരുന്ന് കുറച്ച് വേർത്തു. കുറച്ച് ചോദ്യങ്ങളൊക്കെ എന്തിനാ അങ്ങനെ ചോദിച്ചതെന്ന് തോന്നി. ഇല്ലാന്ന് പറയണില്ല. ചിലതിനൊക്കെ എന്തുത്തരം പറയണോ അതെങ്ങനെ പറയണമെന്ന് ഞാനിരുന്ന് ആലോചിച്ചു. എന്നാലും എനിക്ക് തോന്നുന്നു 1 മണിക്കൂറോളം ഇരുന്നു. അതും ആദ്യമായിട്ടാണ്. 1 മണിക്കൂറൊന്നും ഞാൻ ആർക്കും ഇന്റർവ്യൂ കൊടുക്കാറില്ല. അങ്ങനെയല്ല, അത്രയൊന്നും സംസാരിക്കാനുണ്ടാവാറില്ല. കുഴപ്പമില്ല എന്ന് തോന്നുന്നു ഇപ്പോഴത്തേക്ക്. സന്തോഷം. താങ്ക് യു.